അമേരിക്കയുടേത് ദിവാസ്വപ്നം, ഇറാൻ കിട്ടാക്കനിയെന്ന് റസ്സ പഹ്ലവി. ഇറാന്റെ സാമ്രാജ്യം മുൻപ് സ്ഥാപിക്കുകയും അതിൻ്റെ തുടർചലനങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത രാജവംശമാണ് പഹ്ലവി രാജവംശം. അവരിലൂടെയാണ് ചരിത്രത്തിൻ്റെ പ്രധാനമായിരിക്കുന്ന മേഖലയെല്ലാം കടന്നുപോകുന്നത്. ആ രാജവംശത്തെയാണ് 979 ആയത്തുള്ള ഖൊമേനി തകർത്തെറിഞ്ഞുകൊണ്ട് ഇസ്ലാമിക വിപ്ലവം ആരംഭിച്ചത്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സംഭവ വികാസവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് അഭേദ്യമായിരിക്കുന്ന ബന്ധമുണ്ട്. കാര്യം അമേരിക്കയിൽ ഇപ്പോൾ നിലവിൽ അഭയാർത്ഥിയെ പോലെയോ അതല്ലെങ്കിൽ അവിടെ താമസിച്ച് ജീവിക്കുകയോ ചെയ്യുന്ന അവസാനത്തെ കണ്ണിയാണ് ഈ പഹ്ലവി രാജവംശത്തിൻ്റെത് മുഹമ്മദ് റസ്സ പഹ്ലവി എന്ന് പറയുന്നത്. അത് ഓരോരോ പഹ്ലവിക്കും ആ പഹ്ലവിയുടെ തുടർ പേരുകളാണ് ഉണ്ടാകുന്നത്. പ്രവാസ ജീവിതം നയിക്കുന്നു എന്നും അത് പറയപ്പെടുന്നു, അല്ലെങ്കിൽ താമസം ബ്രിട്ടനിൽ നിന്ന് അമേരിക്കയിലേക്ക്, അമേരിക്കയിൽ നിന്ന് ബ്രിട്ടൻ, ഇങ്ങനെ മാറ്റി പണിതിരിക്കുന്ന രീതിയിലൊക്കെയാണ് ഈ പഹ്ലവി കുടുംബത്തിൻ്റെ അവസാന കാലഘട്ടം ഇപ്പം നിലനിൽക്കുന്നത്. ഇദ്ദേഹമാണ് ഇവിടെ ഇനി ഭരിക്കാൻ പോകുന്നത്. അതിന് ഭരണത്തിന് വേണ്ടി തയ്യാറാവുക, അതിൻ്റെ സംവിധാന കാര്യങ്ങൾ ഒരുക്കണം എന്നെല്ലാം ഈ റസ്സ പഹ്ലവിയോട്, ഷായുടെ മകനായിരിക്കുന്ന റസ്സ പഹ്ലവിയോട് അമേരിക്ക നേരിട്ട് തന്നെ പറഞ്ഞു. അതിന് അദ്ദേഹം വലിയ തയ്യാറെടുപ്പ് നടത്തുകയും സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആവുകയും ഇറാന് വലിയ രീതിയിൽ നിർദ്ദേശം നൽകി. ജനാധിപത്യ സംവിധാനങ്ങളൊക്കെ അവിടെ സ്ഥാപിക്കാൻ പോവുകയാണ്, നിങ്ങൾ ചേർന്ന് നിൽക്കണം, ഞാനിത് അവിടെ ഉടനെ വരാൻ പോവുകയാണ്, അവിടെ ഭരണമാറ്റം വരാൻ പോവുകയാണ് എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോൾ അതെല്ലാം മാറി മറിയുന്നു. ഇത് നടക്കാത്തൊരു സംഭവമാണ്, ഇതൊക്കെ ദിവാസ്വപ്നമാണ്. അമേരിക്ക തന്നെ സ്വപ്നം കാണുന്നു, എന്നിട്ട് എന്നെ ആ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ഇപ്പം നടക്കുന്ന കാര്യം എന്ന് പഹ്ലവിയുടെ അവസാനത്തെ കണ്ണിയായ റസ്സ പഹ്ലവി ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നു. വലിയ വിവാദമായിട്ട് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണിത്. അഥവാ ഇറാൻ എന്ന് പറഞ്ഞാൽ ഒരു കിട്ടാക്കന്നിയാണ്. അതിന് വെറുതെ മോഹിച്ച് നിന്നിട്ട് കാര്യമില്ല. അവിടെ ഒരു ഭരണം നടത്താൻ വേണ്ടി പോകുന്നു, അസാധ്യമാണ്. പ്രവാസ ജീവിതം അത് ഒന്നും കൂടി മെച്ചപ്പെട്ട ജീവിതമാക്കി മാറ്റുന്നതിനപ്പുറം ഒരു രാജഭരണത്തെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയാവുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു നടക്കാത്ത കാര്യമാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പ്രസ്താവന വന്നത് എന്ന് പറയപ്പെടുന്നു. 1979 ഇറാൻ അവിടെ വിപ്ലവം കൊണ്ടുപോയി. ഇറാനിലെ ഇസ്ലാമിക വിപ്ലവം അവിടെ നടക്കുന്നത്. പഹ്ലവി രാജവംശത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: 1925 മുതൽ 1979 വരെ അവിടെ ഭരണം നടത്തി. 925 റസ്സ ഷാ പഹ്ലവി അദ്ദേഹമാണ് സാമ്രാജ്യം സ്ഥാപിച്ചത്. അഥവാ പഹ്ലവി സാമ്രാജ്യം ഇറാനിൽ സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്, റസ്സ ഷാ പഹ്ലവി എന്ന് പറയുന്ന ആൾ. ഏകദേശം 948 വരെ അദ്ദേഹം ഭരണം നടത്തി. 41 ഭരണം മാറി മുഹമ്മദ് റസ്സ പഹ്ലവി എന്ന് പറയുന്ന ആൾ പിന്നീട് ഭരണത്തിൻ്റെ തുടർച്ച ഏറ്റെടുത്തു. അത് 1979 വരെ, 41 to 79 വരെ അവിടെ ഭരണം നടത്തുകയും ചെയ്തു. ഷായുടെ മകനാണ്. 979 കഥ നമുക്കറിയാം. ഇസ്ലാമിക വിപ്ലവം നടക്കുന്നു, അത് ഭരണം അട്ടിമറിയുന്നു, പിന്നീട് അവർ ജീവൻ കൊണ്ട് ഓടി രക്ഷപ്പെടുന്നു, ബ്രിട്ടൻ അഭയം നൽകുന്നു, ബ്രിട്ടനിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് ബ്രിട്ടനിലേക്കും അവിടുന്ന് ഫ്രാൻസിലേക്കും അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജീവിതമാണ് ശിഷ്ടകാലം പിന്നീട് ഉണ്ടായത്. യൂറോപ്യൻ രാജ്യങ്ങളിലെ ഒരു പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടി ഇദ്ദേഹം ഒരു പ്രബന്ധം അവതരിപ്പിച്ചു. കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഭരണം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ ഭരണം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ഭരണാധികാരിയാണ്. ആ രാജ്യത്തിലേക്ക് തിരിച്ചു വരാൻ എനിക്ക് താല്പര്യമുണ്ട്. അവിടുത്തെ ജനങ്ങൾ 90% എന്നെ പിന്തുണക്കുന്നവരാണ്. കുറഞ്ഞൊരു വിഭാഗം മാത്രമേ ഇസ്ലാമിസ്റ്റുകളായിട്ട് അല്ലെങ്കിൽ ഇസ്ലാമിക വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തോട് സഹകരിക്കുന്നുള്ളൂ. അതുകൊണ്ട് ആ രാജ്യം എനിക്ക് വിട്ടു തരികയാണെങ്കിൽ നിങ്ങൾക്ക് വിധേയരായിട്ട് ഞാൻ ശിഷ്ടകാലം ജീവിക്കാം. പെട്രോളിയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഭാവിയിൽ സാധ്യതയുള്ള ഒരു രാജ്യം എന്ന നിലക്ക് അതിൽ ഞാൻ നിങ്ങൾക്കുമായിട്ട് പാർട്ട്ണർഷിപ്പ്, സഹകരണം തരാം. അതോടൊപ്പം തന്നെ മറ്റ് പല മേഖലകളിലും, കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ വില കൂടിയിരിക്കുന്ന പല രത്നങ്ങളടക്കമുള്ള പല കാര്യങ്ങളും ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. പല മേഖലകളിൽ പരിശോധന നടത്തിയിട്ട് പരീക്ഷണം നടത്തിയിട്ട് അത് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. വിലപിടിപ്പുള്ള ഒരുപാട് രത്നങ്ങളുള്ള ഒരു ഏരിയ കൂടിയാണ് ഇറാൻ്റെ വടക്കൻ മേഖല എന്നൊക്കെ പറയുന്നു. പിന്നെ കടൽ പരപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ ഹോർമുസ് അടക്കമുള്ള ഒരുപാട് കടലുകൾ മറ്റു ലോക രാജ്യങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്നതിൻ്റെ നിർണായക ഘടകമാണ്. ഇവിടെ ഒരു വിഷയം ഉണ്ടായാൽ മറ്റെല്ലാ രാജ്യത്തെയും ബാധിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് ഇളവുകൾ നൽകാം. ഈ കാര്യങ്ങളൊക്കെയാണ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പ്രബന്ധമായിട്ട് ഇദ്ദേഹം അവതരിപ്പിച്ചു കൊടുത്തത്. അപ്പോൾ അവരെന്ത് ചെയ്തു? അവരങ്ങനെ നിശബ്ദമായിട്ട് നിന്നൊന്നുമില്ല. കാര്യം ഇറാനിലെ ഒരു ഇസ്ലാമിക വിപ്ലവം വന്നിട്ട് ഇസ്ലാമികപരമായിരിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ഭാവിയിൽ വരുന്നത് എങ്കിൽ അത് യൂറോപ്യൻ രാജ്യങ്ങളെയും
അമേരിക്ക, ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങളെ ഭാവിയിൽ സാരമായിട്ട് ബാധിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഇറാൻ്റെ അകത്ത് അവരൊരു പഠനം നടത്തി എന്നാണ് പറയുന്നത്. പഠനം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എത്രത്തോളം ഷാ കുടുംബത്തിനോട് അല്ലെ ഷാ ഭരണാധികാരികളോട് താല്പര്യം കാണിക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു പഠനം. പഠനത്തിൻ്റെ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളെ മാത്രമല്ല ഷാ കുടുംബത്തെ ഞെട്ടിച്ചു എന്നുള്ളതാണ്. 9% ആളുകൾ മാത്രമാണ്, അതല്ലെങ്കിൽ അതിൻ്റെയും താഴെ ആളുകൾ മാത്രമാണ് ഷാ കുടുംബത്തോട് താല്പര്യം കാണിച്ചത്. കാര്യം ഡെവലപ്പാക്കിയ ഒരു രാജ്യത്തെ കൊണ്ടുവരുന്നതിലും മതപരമായ രീതിയിൽ ചേർത്തുന്നതിലും അവർ പരാജയപ്പെട്ടു. 90 അല്ലെങ്കിൽ 100% ഏകദേശം മുസ്ലിം കൺട്രി ആയിരിക്കും, അല്ലെങ്കിൽ മുസ്ലിം പൗരന്മാരുള്ള ഒരു രാജ്യത്ത് മതപരമായിരിക്കുന്ന കർമ്മധർമ്മങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയും അതിനനുസരിച്ചുള്ള ഒരു ജീവിത ചിട്ട രാജ്യത്തുണ്ടാക്കുന്നതിൽ ഈ പഹ്ലവി രാജവംശം പരാജയപ്പെട്ടു. തീവ്രമായി ചിന്തിക്കുന്ന, അതല്ലെങ്കിൽ മതപരമായ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരു രാജ്യത്തിൻ്റെ പേര് കൂടിയാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന് പറയുന്നത്. അവിടെ ഈ സാമ്രാജ്യത്തെ രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതോപാധിയുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുവരാൻ വേണ്ടി താല്പര്യം കാണിച്ചു എന്നതിൽ പറയപ്പെടുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ യൂറോപ്യൻ സംസ്കാരം, ആ സംസ്കാരം ഇസ്ലാമിക് സംസ്കാരം തമ്മിൽ ഒരു തരത്തിലും ഒരു മേഖലയിലും ഒരു സമയത്തും ബന്ധപ്പെട്ട് നിൽക്കില്ല. രണ്ടും രണ്ടാണ്. കടലും കരയും പോലെ തന്നെ വ്യത്യാസമുണ്ട് എന്നുള്ളത് കൃത്യമാണ്. അപ്പോൾ അവിടുത്തെ സാമ്രാജ്യം, അവിടുത്തെ ജീവിത രീതി, അതായത് യൂറോപ്യന്മാരുടെ ജീവിത രീതി, ആ ജീവിത കൾച്ചർ, ലൈഫ് കൾച്ചർ തന്നെ കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട്. അത് പേർഷ്യൻ സാമ്രാജ്യത്തോട് അല്ലെങ്കിൽ പേർഷ്യൻ സംസ്കാരത്തോട് ചേരുന്ന സമയത്ത് അതൊരിക്കലും ചേരാത്തതാണ്. ആ ചേർച്ചയില്ലാത്ത പ്രവൃത്തി കൊണ്ടുവരാൻ വലിയ ശ്രമങ്ങൾ നടത്തി. രാജ്യം ഡെവലപ്പ് ആയിട്ടില്ല, സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായിട്ടില്ല, പെട്രോളുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ മെച്ചമുള്ള ഒരു രീതിയിലേക്ക് മാറിയിട്ടില്ല. ഇറാൻ്റെ അത്രയും പഴക്കമുള്ള മറ്റു പല രാജ്യങ്ങളും സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കുന്ന സമയത്ത് ഇത് വല്ലാത്ത രീതിയിൽ ദാരിദ്ര്യം പിടിച്ച ഒരു രാജ്യമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് പഹ്ലവി രാജ കുടുംബം ശ്രമിച്ചത് എന്ന റിപ്പോർട്ട് കിട്ടിയതോടുകൂടി ജനങ്ങൾ പിന്തുണയില്ലാത്തതോടൊപ്പം അവരോടൊപ്പം ചേർന്നുകൊണ്ട് ഇദ്ദേഹത്തെ നിർമ്മിക്കുക, അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു യുദ്ധസമാന സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ സമയത്ത് തിരിച്ചടി ഉണ്ടാകും എന്ന് പറയുന്നു. കാര്യം എന്ന് വെച്ചാൽ ജനങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ഓക്കെ, അതില്ല. ഇപ്പം തന്നെ സാമ്പത്തിക പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഒക്കെ കൊടുമ്പിരിക്കൊള്ളുന്ന സമയത്താണ് അമേരിക്കയുമായിട്ട് പ്രശ്നം വരുന്നത്. ആ പ്രശ്നത്തോടനുബന്ധിച്ച് അമേരിക്ക പറഞ്ഞിരിക്കുന്ന കാര്യം, നിങ്ങൾ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുകയും അതിൽ നിങ്ങൾ താമസിക്കുകയും വേണം, വിട്ടുകൊടുക്കുക. ഞങ്ങളിതാ എത്തിയിരിക്കുന്നു, തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാനോട് ചേർന്ന് ഞങ്ങളുണ്ട്, ഏത് നിമിഷം അങ്ങോട്ട് കയറാം. അപ്പോൾ പ്രക്ഷോഭകാരിൽപ്പെട്ട തീവ്രമായി ചിന്തിക്കുന്നവരും അതോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളോട് സഹകരിക്കുന്നവരും പിന്നെ മൊസാദ് വിഭാഗങ്ങളും അത് വിശ്വസിക്കുകയും ചെയ്തു. പക്ഷേ അമേരിക്കയിൽ കയറാൻ വേണ്ടി സാധിച്ചോ? ഇല്ല. ഇസ്രായേലിൽ കയറാൻ വേണ്ടി സാധിച്ചോ? ഇല്ല. പഹ്ലവി രാജകുടുംബത്തിൽ കയറാൻ വേണ്ടി സാധിച്ചോ? അതുമില്ല. അതിന് ഇവിടെ റൂട്ട് ക്ലിയർ ആക്കി കൊടുക്കണമല്ലോ, ഒന്നും നടക്കാതെ പോകുന്നു. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇറാന് നേരെ ആക്രമണം നടത്തിയതോടുകൂടി പ്ലേറ്റ് മാറി, ജനങ്ങൾ ആകെ തലതിരിഞ്ഞുകൊണ്ട് അമേരിക്കക്കെതിരെ തിരിയുന്നൊരു സ്ഥിതി ഉണ്ടായി എന്ന് ചുരുക്കം. അപ്പോൾ ഇറാനിൽ ജനാധിപത്യ ഭരണ സംവിധാനം കൊണ്ടുവരാൻ വേണ്ടി താൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതും അതിനുവേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തും എന്നുള്ളതുമായിരുന്നു പ്രധാനമായ രീതിയിൽ ഈ പഹ്ലവി കുടുംബത്തിൽപ്പെട്ട മുഹമ്മദ് റസ പഹ്ലവി സോഷ്യൽ മീഡിയയോടെ പ്രചരിപ്പിച്ചത്. അതിൽ ഒരുപാട് കമൻറ്റുകൾ വന്നതിൽ നിലവിൽ ഇറാനിൽ ജനാധിപത്യം ഉണ്ടല്ലോ, ജനാധിപത്യത്തിൻ്റെ മേലെ പിന്നെ നിങ്ങൾ എന്ത് ജനാധിപത്യമാണ് കൊണ്ടുവരിക എന്ന മറുചോദ്യം അവിടെ ഉണ്ട്. അതിന് ഉത്തരമില്ലാത്തൊരു മറുചോദ്യമാണത്. കാരണം നിലവിലിപ്പോൾ ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പിലൂടെയാണ് ഇപ്പോഴത്തെ ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അധികാരത്തിൽ വരുന്നത്. ആ ഗവൺമെൻറ് സംവിധാനം ഒക്കെ അങ്ങനെയാണ്. അത് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടതിന് ശേഷം നടത്തിയിരിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അവിടെ ജനാധിപത്യം ഉണ്ട്, ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. 55%, 58% അതിനോടനുബന്ധിച്ച വോട്ടാണ് ഇദ്ദേഹത്തിന് ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ ജനാധിപത്യ സംവിധാനം ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ മേലെ ജനാധിപത്യ സംവിധാനം ഉണ്ടാവില്ലല്ലോ, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പലരോട് ചോദിച്ചതിനൊന്നും മറുപടി കിട്ടിയിട്ടില്ല. ഏറ്റവും ഒടുവിൽ അദ്ദേഹം എല്ലാ തയ്യാറെടുപ്പ് കാര്യങ്ങളിലൊക്കെ ഇറാനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റ് വരെ ചാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. എല്ലാം തകർന്ന് വീണുപോയി, തല കുത്തനാണ് വീണത്. കാര്യം അപ്രതീക്ഷിതമായിരിക്കും തിരിച്ചടി ഇറാൻ്റെ മുമ്പിൽ നിന്ന് ഉണ്ടായ സമയത്ത് ഇത് ഏതൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെയാണ് എന്ന് പറയാൻ പോലും സാധിക്കാത്തതിൻ്റെ പ്രയാസം അമേരിക്കക്ക് പോലും അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ പേർഷ്യൻ സംസ്കാരം യൂറോപ്യൻ സംസ്കാരവുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ടുള്ള ഒരു പഹ്ലവി സംസ്കാര രീതി ഒരിക്കലും ഇറാൻ അനുവദിക്കുകയില്ല എന്ന് ഏറ്റവും ഒടുവിൽ തെളിയിക്കപ്പെട്ടതായിരുന്നു
പഹ്ലവി രാജകുടുംബത്തിന് വരാൻ പോലും സാധിക്കാത്ത വിധത്തിലുള്ള പ്രതിരോധം ഉണ്ടാക്കുന്ന തരത്തിലുള്ള സമീപനം ഇറാൻ്റെ ഭാഗത്ത് ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇപ്പോൾ അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, അമേരിക്കയുടെ ദിവാസ്വപ്നമാണ് ഇറാനെ കീഴടക്കുക, പെട്രോളിയം പിടിച്ചെടുക്കുക, ഹോർമസിനെ സ്വതന്ത്രമാക്കുക, എന്നിട്ട് ലോകത്താകമാനമുള്ള മറ്റ് രാജ്യങ്ങൾ, അറേബ്യൻ രാജ്യങ്ങളോടൊക്കെ വെല്ലുവിളിക്കുക, തങ്ങൾക്ക് കീഴടങ്ങുന്ന അല്ലെങ്കിൽ തങ്ങളുടെ നിലപാടിനോടനുബന്ധിച്ച് നിന്നിട്ടില്ലെങ്കിൽ അതിൻ്റേതായിരിക്കുന്ന പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് അവരെ പേടിപ്പിച്ച് നിർത്തുക. അങ്ങനെ ലോകത്തെ മുഴുവൻ ഒന്നായിട്ട് അടക്കി ഭരിക്കുക എന്നുള്ള അമേരിക്കയുടെ സ്വപ്നം, അതോടൊപ്പം തന്നെ ഇറാൻ ഭരിക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ള പഹ്ലവി രാജകുടുംബത്തിൻ്റെ താല്പര്യങ്ങളും വെറും ദിവാസ്വപ്നങ്ങളാണ്. ഇതൊന്നും കിട്ടാക്കനിയാണ്, വെറുതെ മോഹിച്ചതുകൊണ്ട് കാര്യമില്ല എന്നുള്ള നിലപാടിലേക്ക് റസ പഹ്ലവി എത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.